ബഹുമാനപ്പെട്ട സഭാപിതാക്കന്മാരെ, ഇടവക വൈദികരെ, വിശ്വാസ പരിശീലകരെ, എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ജൂൺ 5 നമ്മുടെ മതബോധന ക്ലാസ്സുകൾ ആരംഭിക്കുകയാണല്ലേ. മതബോധന ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ? പലർക്കും ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ. ഞായറാഴ്ച അവധിയല്ലേ, കുറെ ഉറങ്ങായിരുന്നു, ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോവായിരുന്നു. എന്നാൽ ശിശുക്കളായിരിക്കെ തന്നെ യേശു നമ്മെ അരികിലേക്ക് വിളിക്കുന്നതായി വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം. എല്ലാ നേതാക്കന്മാരും പറയും കുട്ടികളൊന്നും നീങ്ങി നിന്നേ. എന്നാൽ നമ്മുടെ യേശു പറഞ്ഞത് ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കൃഷിക്കാരന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അയാൾ ആ സ്ഥലം കൃഷിക്കായി ഒരുക്കാതെയും വിത്ത് വിതയ്ക്കാതെ ഇട്ടു. തൽഫലമായി എന്തുണ്ടായി? ആ സ്ഥലത്ത് പലവിധ കളകൾ വളരാൻ തുടങ്ങി. പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ ആ സ്ഥലം കൃഷി ഇറക്കാൻ പറ്റാത്ത വിധം ഉപയോഗശൂന്യമായ വെറും സ്ഥലമായി മാറി. ഇതേ അവസ്ഥ തന്നെയാണ് ഒരു വ്യക്തി മതബോധന ക്ലാസ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോയാലുള്ള അവസ്ഥ. ആ വ്യക്തിയുടെ മനസ്സാകുന്ന സ്ഥലം ശരിയായ വിധം ഒരുങ്ങുന്നില്ല, മൂല്യങ്ങളുള്ള വിത്തുകൾ കിട്ടുന്നില്ല. തൽഫലമായി തിന്മയുടെ കളകൾ വളർന്ന് നിരാശ, വെറുപ്പ് തുടങ്ങിയ പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ് ഒടുവിൽ ആ വ്യക്തി ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്തവനായി മാറുന്നു. ഈ മതബോധന ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഈശോയെ അല്ലെ. നാം ഈശോയെ കേൾക്കുന്നു, അറിയുന്നു. അറിഞ്ഞ ഈശോയെ നാം അനുഭവിക്കുക കൂടി ചെയ്യണം. സക്കേവൂസ് ഈശോയെ അന്വേഷിച്ച് അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? സക്കേവൂസിന് മാത്രമല്ല, സക്കേവൂസിന്റെ ഭവനത്തിന് കൂടി രക്ഷ കൈവന്നു. കുഞ്ഞുനാളില് അമ്മമാര് മടിയിലിരുത്തി പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണോ ഇപ്പൊ നമ്മുടെ ബുദ്ധിയിലുള്ളത്? അല്ല, നാം വിദ്യാലയങ്ങളിൽ പോയി നല്ല അറിവുകൾ നേടി. ഓരോ വർഷം ചെല്ലുന്തോറും നാം വളരുന്നുണ്ടല്ലേ, നമ്മുടെ ബുദ്ധിയും വളരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയത വളരുന്നുണ്ടോ? അതിനായി നമുക്ക് ഈ മതബോധന ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താം. മതബോധനത്തോടും ഇടവക പള്ളിയോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മിൽ നല്ല വ്യക്തിത്വം രൂപം കൊള്ളുന്നുണ്ട്. ഇടവകയിലെ ഏതെങ്കിലും സംഘടനകൾ നാം പങ്കാളിയായ, ഉദാഹരണത്തിന് ഓൾട്ടർ ബോയ്സ്, അവർക്ക് നന്നായി അറിയാം. മുടി വെട്ടുമ്പോൾ നീറ്റായി വെട്ടണം, അൾത്താരെ നിൽക്കുമ്പോൾ നീറ്റായി വസ്ത്രം ധരിക്കണം, കുർബാനയ്ക്ക് 10 മിനിറ്റ് മുമ്പെങ്കിലും പള്ളിയിൽ എത്തണം. അങ്ങനെ ഇടവകയിലെ ഓരോ സംഘടനകളിലൂടെ നാം സംഘടനാ ഭാരവാഹികളോ അംഗങ്ങളോ ആകുന്നത് വഴി ഒരു സ്വാഗതം പറയാനോ ഒരു പ്രസംഗം പറയാനോ ഒരു പാട്ട് പാടാനോ നാം പഠിക്കുന്നു. നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യത്തോടെ കീറിച്ചെല്ലാവുന്ന മറ്റൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഇടവക. കുമ്പസാരത്തിലൂടെയും മറ്റും എല്ലാം തുറന്നു പറയാവുന്ന ഒരു ആത്മീയ പിതാവാണ് ഇടവക വികാരി. മതബോധനത്തിലൂടെയും ഇടവകയിലെ ഓരോ പ്രവർത്തനത്തിലൂടെയും നാം ഓരോരുത്തരും മാനുഷിക ധാർമ്മിക മൂല്യങ്ങളുള്ള വ്യക്തികളായി മാറുകയാണ്. സുഭാഷിതങ്ങൾ 22:6 പറയുന്നുണ്ട്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ലെന്ന്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ പോയ സ്ത്രീ യേശുവിനെ കണ്ടു, അനുഭവിച്ചു. പട്ടണത്തിലെ ജനങ്ങളോട് പോയി പറഞ്ഞു. അത് കേട്ട ജനങ്ങൾ ഓടി യേശുവിനെ കാണുകയും വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കൊണ്ടൊന്നല്ല, ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയ യേശുവിനെയാണെന്നാണ്. അപ്പൊ നമ്മുടെ മതബോധന ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്കും പറയാൻ സാധിക്കണം, ഞങ്ങൾ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ടീച്ചർമാരുടെ വാക്കുമൂലമോ പാഠപുസ്തകങ്ങൾ മൂലമോ ഒന്നുമല്ല, ഞങ്ങൾ അനുഭവിച്ച യേശുവിനാലാണെന്ന്. അതിനായി ഓരോ മതബോധന ക്ലാസ്സുകളിൽ നമുക്ക് മുടങ്ങാതെ വരാനും ആത്മാർത്ഥതയോടെ പങ്കെടുക്കാനും ശ്രമിക്കാം. അതുപോലെ തന്നെ ഇടവകയിലെ മറ്റു പ്രവർത്തനങ്ങളിലും കൂട്ടായ്മയിലും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. യേശുവിന്റെ മക്കളെ വളരാം. ജയ് ക്രൈസ്റ്റ്.